സാദിഖലിതങ്ങൾക്കെതിരെ ഒരു കേസ് വരാനുണ്ട്. അത് തള്ളായിരിക്കാൻ വേണ്ടിയിട്ട് എന്നെ ഭീഷണിപ്പെടുത്തുന്നത്. 5 തവണ മൊയ്നുദ്ദീനെ കണ്ടിട്ടുണ്ട്, 15 തവണ ഫോൺ വിളിച്ചിട്ടുണ്ട്. അതിന്റെ റെക്കോർഡൊക്കെ വിട്ടുകൊടുത്തിട്ടുണ്ട്. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾക്കെതിരെ വ്യാജപ്രചാരണം നടത്തി ബ്ലാക്ക്മെയിൽ ചെയ്തെന്ന കേസിൽ പ്രതി പിടിയിൽ. മുഹമ്മദ് റോഷൻ എന്നയാളെ അങ്ങാടിപ്പുറത്ത് നിന്നാണ് പിടികൂടിയത്. വ്യാജ ദൃശ്യങ്ങളും വീഡിയോകളും കാണിച്ച് 15 കോടി രൂപ വേണമെന്ന് പ്രതി ആവശ്യപ്പെട്ടതായാണ് എഫ്ഐആർ. കാപ്പ കേസ് പ്രതി കൂടിയായ മുഹമ്മദ് റോഷൻ ഒളിവിലായിരുന്നു. ഷാനു എന്ന വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ട് വഴിയായിരുന്നു സാദിഖലി തങ്ങൾക്കെതിരായ പ്രചാരണം. മാർച്ച് 21-നായിരുന്നു പോസ്റ്റ്. എന്നാൽ ജനുവരി 31-ന് മുഹമ്മദ് റോഷൻ മൊയ്ൻ അലി തങ്ങളെയും സുഹൃത്തിനെയും പെരിന്തൽമണ്ണയിലെ മാളിൽ വിളിച്ചുവരുത്തി അവ്യക്തമായ ദൃശ്യങ്ങളും വീഡിയോയും കാണിച്ച് പണം ആവശ്യപ്പെട്ടെന്നാണ് പരാതി. ദൃശ്യങ്ങൾ പുറത്തുവിടാതിരിക്കാൻ 15 കോടി രൂപ വേണമെന്നായിരുന്നു ആവശ്യം. പണം കൊടുത്തില്ലെങ്കിൽ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുമെന്നും ഇക്കാര്യം പുറത്തു പറഞ്ഞാലോ പരാതിപ്പെട്ടാലോ തന്നെ വധിക്കുമെന്നും മൊയ്ൻ അലി തങ്ങൾ പരാതിയിൽ പറയുന്നു. പണം നൽകാൻ തയ്യാറാകാതിരുന്നതോടെയാണ് മാർച്ച് 21-ന് സാദിഖലി തങ്ങളെ അപകീർത്തിപ്പെടുത്തും വിധം സോഷ്യൽ മീഡിയ പോസ്റ്റിട്ടെന്നതും പരാതിയിലുണ്ട്. കലാപശ്രമം, ഭീഷണിപ്പെടുത്തി പണം തട്ടൽ തുടങ്ങിയ വകുപ്പുകൾ ചേർത്താണ് കേസ് എടുത്തിരിക്കുന്നത്. നേരത്തെ മുസ്ലിം ലീഗിന്റെ പരാതിയിൽ മലപ്പുറം സൈബർ പോലീസും അന്വേഷണം ആരംഭിച്ചിരുന്നു. സംഭവം വിവാദമായതോടെ ഷാനു എന്ന ഫേസ്ബുക്ക് അക്കൗണ്ട് അപ്രത്യക്ഷമായിരുന്നു. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. എന്താണ് ബ്രൈഡ്, ഇനി എപ്പോ റെഡിയാവാനാ? മരുപൂ പോലെ നിറമേകും MX, വെണ്ണിലാവായെന്നുള്ളാകെ MX. മനസ്സിലുണ്ടോ? MX-ലുണ്ട്. MX വെഡിംഗ് സെന്റർ ഇനി വളാഞ്ചേരിയിലും. MX വെഡിംഗ് സെന്റർ വളാഞ്ചേരി, പട്ടാമ്പി, കൂറ്റനാട്, കൊപ്പം, കേച്ചേരി.